ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വ്ളോഗാണ്. പുസ്തകം അമ്പലത്തിൽ പൂജ വെക്കാൻ കൊണ്ടുവന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. വൈകിട്ട് ഞാനും വേദമോളും കൂടെ പുസ്തകവുമായിട്ട് അമ്പലത്തിലോട്ട് പോയി. നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ തന്നെയാണ് പൂജ വെക്കുന്നത്. ദേവൻ ഞങ്ങളുടെ കൂടെ അപ്പോൾ വന്നില്ലായിരുന്നു, പക്ഷേ തൊട്ട് പുറകെ തന്നെ ആശാൻ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ പുസ്തകം ദേവിയുടെ മുൻപിൽ പൂജയ്ക്കായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. എന്നിട്ട് പ്രാർത്ഥിച്ചു. ഇവരെന്താണെന്ന് അറിയത്തില്ല, ഭയങ്കര കാര്യമായിട്ടുള്ള പ്രാർത്ഥനയൊക്കെ ആയിരുന്നു. പിന്നെ ഇവർ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം പുസ്തകം പൂജ വെച്ചാൽ പിന്നെ ആരും പഠിക്കാനൊന്നും പറയത്തില്ല, അതൊരു കാര്യം. പിന്നെ കുറേ ദിവസത്തേക്ക് അവധിയാണ്, അപ്പോൾ അതിൻ്റെ സന്തോഷം ഇവർക്കുണ്ട്. ദേവൻ ഏത്തമൊക്കെ ഇട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, എന്താണോ എന്തോ. ഇവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം എൻ്റെ ഒരു കുട്ടിക്കാലത്ത് എനിക്ക് ഈ പൂജാവധി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം കുറേ ദിവസം അവധിയാണ്, പിന്നെ ആ ദിവസങ്ങളിൽ ആരും പഠിക്കാനോ ഒന്നും പറയില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സന്തോഷം ആ ഒരു കാലത്തുണ്ടായിരുന്നു. പിന്നെ അന്ന് ഡൗട്ടായിരുന്നു, ഇപ്പോൾ ടി വിയിലൊക്കെ എന്തെങ്കിലും എഴുതി കാണിച്ച് അത് വായിക്കാൻ പറ്റുമോ, പൂജ വെച്ചാൽ വായിച്ചുകൂടെന്നല്ലേ, അന്ന് വായിക്കാൻ പറ്റുമോ, അതുപോലെ തന്നെ മൊബൈലിൽ എന്തെങ്കിലും വന്നാൽ അത് വായിക്കാവോ, അതിന് പത്രത്തിൽ ഏതെങ്കിലും ഒരു വാക്ക് വായിക്കാവോ. പക്ഷെ ആ പൂജ അവധി ദിവസങ്ങളിലാണെന്ന് തോന്നുന്നു അങ്ങ് വായിക്കാനും പഠിക്കാനും ഉള്ള ആഗ്രഹം അങ്ങ് കൂടുതൽ. പൂജ അവധി തീരുന്നതോടെ ആ ആഗ്രഹം അങ്ങ് നിൽക്കും. പിന്നെ പഠിക്കാൻ ആര് പറഞ്ഞാലും പഠിക്കത്തുമില്ല, എഴുതത്തുമില്ല, ആ ഒരു അവസ്ഥയായിരുന്നു. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാരും ഇതുപോലൊക്കെ തന്നെ ആയിരുന്നിരിക്കുക. നിങ്ങളും ഇതുപോലൊക്കെ തന്നെ ആയിരുന്നോ? എന്തായാലും പൂജയ്ക്ക് ബുക്കെല്ലാം വെച്ചിട്ട് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വീട്ടിലോട്ടുള്ള യാത്രയാണ്. വീടെത്തി, ഓടിച്ചാടി അവിടെ എത്തിയിരിക്കുന്നു വീട്ടിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ഒരു കുഞ്ഞി പൂജ വെപ്പ് വ്ളോഗായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.